സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥന്റെ നിയമനത്തിന് അംഗീകാരം. എൻ ശേഷാദ്രിനാഥനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയിലാണ് ഗവർണറുടെ നടപടി. കോൺഗ്രസിന് പിന്നാലെ മുസ്ലിം ലീഗിലും എൻ ശേഷാദ്രിനാഥനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കുന്നതിനെതിരെ അതൃപ്തിയിലാണ് ഒരു വിഭാഗം നേതാക്കൾ. സർക്കാർ നിയമനങ്ങളിൽ ജാഗ്രത കുറവാണെന്നും ആരോപണവും ഇതിനിടെ ശക്തമായിട്ടുണ്ട്. എൻ ശേഷാദ്രിനാഥന് സംഘപരിവാർ ബന്ധമെന്നും നിയമനം റദ്ദാക്കണമെന്നും ആവർത്തിക്കുകയാണ് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്. എൻ ശേഷാദ്രിനാഥന്റെ നിയമനത്തിനെതിരെ ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങളിൽ വാസ്തവം എന്ത്? കാണാം RD എക്സ്ട്രാ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥന്റെ നിയമനത്തിന് ഗവർണറാണ് അംഗീകാരം നൽകിയത്. കഴിഞ്ഞയാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ജില്ലാ ജഡ്ജിയായി വിരമിച്ച എൻ ശേഷാദ്രിനാഥനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിക്കാനുള്ള തീരുമാനത്തിനെതിരെ കോൺഗ്രസിലും മുസ്ലിം ലീഗിലും അതൃപ്തി പുകയുകയാണ്. സർക്കാർ നിയമനങ്ങളിൽ ജാഗ്രത കുറവാണെന്നും മുസ്ലിം ലീഗിനുള്ളിൽ തന്നെ അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. മന്ത്രി KM ഷാജിയുടെ നിലപാടുകളിലും പാർട്ടിയിൽ ഒരു വിഭാഗം അതൃപ്തി രേഖപ്പെടുത്തി. ശേഷാദ്രിനാഥന് BJP സംഘപരിവാർ ബന്ധമുണ്ടെന്ന ആരോപണം കടുപ്പിച്ച് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് രംഗത്തെത്തി. ശേഷാദ്രിനാഥന്റേത് കോൺഗ്രസ് വിരുദ്ധ പശ്ചാത്തലമെന്നും നിയമനം പാർട്ടി പ്രവർത്തകരുടെ വികാരത്തിനെതിരാണെന്നുമാണ് വിമർശനം. അതേസമയം PM നിയാസിനെ തള്ളുകയാണ് മുൻ DCC പ്രസിഡന്റ് KC അബു. PM നിയാസ് ഉയർത്തിയത് അനാവശ്യ വിവാദമെന്നും ഉയർന്ന പദവികളിൽ നിയമനം നടത്തുമ്പോൾ നേരത്തെയും KPCCയിലുള്ളവരോട് ചർച്ച നടത്തിയിട്ടില്ലെന്നും KC അബു പറഞ്ഞു. RD എക്സ്ട്രാ ന്യൂസ് മലയാളം. എൻ ശേഷാദ്രിനാഥൻ സംഖ്യയെന്ന് ആവർത്തിക്കുകയാണ് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്. നിയമനത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുണ്ടാകുന്നത് വലിയ തിരിച്ചടിയായിരിക്കുമെന്നും PM നിയാസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. പൂർണ്ണമായും ഒരു പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ ഭാഗഭാക്കായി നിൽക്കാൻ സാധ്യതയുള്ള ആള് ആയിരിക്കണം. കറകളഞ്ഞ അത്തരത്തിലുള്ളൊരു വ്യക്തിത്വത്തെ നിലനിർത്തണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് നാമമാത്രമായെങ്കിലും ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും സേ നമുക്ക് ലഭിക്കാൻ കഴിയൂ. കോൺഗ്രസിനും UDFനും എതിരായി ഏത് കാലത്തു നിന്ന ഒരു വ്യക്തി അത് നിയമിക്കപ്പെട്ടാൽ അത് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാവും, UDFന് പ്രയാസമുണ്ടാവും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ആ പരാതി ലഭിച്ചിട്ടുള്ളത്. PM നിയാസ് ഉയർത്തിയത് അനാവശ്യ വിവാദമാണെന്ന് മുൻ DCC പ്രസിഡന്റ് KC അബു പറഞ്ഞു. ജൂനിയേഴ്സ് MLA-മാരായതിലുള്ള മനോവിഷമം മനസ്സിലാകുമെന്നും KC അബുവിന്റെ പരിഹാസം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ ചെയ്യുന്ന ചില വികൃതികളാണ്. കാരണം എനിക്കും ദുഃഖമുണ്ട്. എൻ്റെ കൂടെയുള്ള അല്ലെങ്കിൽ എന്നെക്കാൾ എത്രയോ കഴിഞ്ഞിട്ട് രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള 4-5 പേര് ഇവിടുന്ന് MLA ആയിരിക്കുക. അപ്പോൾ എനിക്കൊരു വിഷമമുണ്ട്. എനിക്കതങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ ഡൈജസ്റ്റിൻ്റെ കുഴപ്പം കൊണ്ട് പറയുന്ന കാര്യങ്ങളെന്നല്ലാതെ ഇതിനൊന്നും വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇതൊന്നും വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല എന്നാണോ ഇതിനകത്ത്? അല്ല, ഇത് കാര്യമാക്കണമെന്നുള്ളത് നമ്മൾ എവിടെ നിന്ന് നോക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും. ഒന്ന്, ഇത് നമ്മളിപ്പോൾ 2 ബൈറ്റ് കണ്ടപ്പോൾ മനസ്സിലായതുപോലെ ഇതിനകത്ത് കോൺഗ്രസ് പാർട്ടിക്കകത്തെ ചില പ്രശ്നങ്ങളുണ്ട്, വ്യക്തിപരമായിട്ടുള്ള ചില സംഗതികളുണ്ട്. അതിപ്പോൾ KC അബു പറയുന്നത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് PM നിയാസിന് എന്തോ വ്യക്തിപരമായിട്ടുള്ള MLA സ്ഥാനം കിട്ടാത്തത് കൊണ്ടുള്ള ഒരു കുതിക്കറിവാണെന്നൊക്കെ പറയുന്ന പോലെയല്ല. പക്ഷേ അതിനകത്ത് ഒരു കാര്യമുണ്ട്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും ഈ ശേഷാദ്രിനാഥനെ നിശ്ചയിച്ചതിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലും PM നിയാസ് പറഞ്ഞു അദ്ദേഹം ഒന്നിച്ച് പഠിച്ചാണ് ഈ ശേഷാദ്രിനാഥനുമായിട്ട് ഗുരുവായൂരപ്പൻ കോളേജിലോ മറ്റോ പഠിച്ചാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കെതിരെ എക്കാലത്തും നിന്നിട്ടുള്ള ആളാണ് ഈ ശേഷാദ്രിനാഥൻ എന്ന് അദ്ദേഹം പറയുന്നത് വസ്തുതാപരമാണ്. അത് ഞാൻ വേറെയും അന്വേഷിച്ചു. നമ്മുടെ ഡൽഹിയിലെ നമ്മുടെ റിപ്പോർട്ടർ ശരത്തിനൊക്കെ അറിയാം, അതെ, ശരത്ലാലിനൊക്കെ അറിയാം. അതായത് അദ്ദേഹം ആ ഭാഗത്ത് എവിടെ പഠിച്ചാണ്, ആ കോളേജിൽ തന്നെയാണെന്ന് തോന്നുന്നത്. അതായത് എന്നാൽ ശേഷാദ്രിനാഥൻ അവിടെ ഉള്ളപ്പോൾ SFIയുടെയും DYFIയുടെയും ഒരു പ്രവർത്തകനായിട്ടുള്ള SFIക്ക് വേണ്ടിയിട്ട് മത്സരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നതാണ്. അത്രയും ശരിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരേ കോളേജിൽ പഠിച്ച PM നിയാസിന് CPMകാരനായിരുന്ന, എന്ന് വെച്ചാൽ ആ കാലത്തൊക്കെ കോൺഗ്രസിനോട് വലിയ എതിർപ്പൊക്കെ ഉണ്ടായിരിക്കാവുന്ന, നമുക്കിതറിയില്ല, ശേഷാദ്രിനാഥനൊന്നും വന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ടില്ല, പക്ഷേ എന്നാലും അങ്ങനെ ഉണ്ടായിരിക്കാവുന്ന ഒരാളോടുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പ്. എന്നിട്ട് അങ്ങനെയുള്ള ഒരാളാണോ ഈ 10 വർഷത്തെ പോരാട്ടത്തിന് ശേഷം വന്ന VD സതീശൻ സർക്കാർ ഇത്രയും പ്രധാനപ്പെട്ട നിർണായകമായ പദവിയിൽ ഇരുത്തേണ്ടത് എന്ന ഒരു ഗൗരവക്കാരനായുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലക്ക് PM നിയാസിൻ്റെ എതിർപ്പ് സാങ്കത്യമുള്ളതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് ഉപോത്ബലകമായിട്ട് ഒന്നുകൂടെ ബലപ്പെട്ടേക്കാം എന്ന് കരുതിയിട്ട് അദ്ദേഹം പറയുന്ന
ഇദ്ദേഹം സംഘപരിവാറുകാരനാണ് എന്ന് പറയുന്നതിന് മതിയായ തെളിവ് ഹാജരാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് കേട്ടത് അദ്ദേഹത്തിൻ്റെ ശേഷാദ്രിനാഥൻ്റെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പോലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം ബ്ലോക്ക് ചെയ്യപ്പെട്ടു, മീൻസ് ബ്ലാക്ക് ഔട്ട് ചെയ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം മാറ്റിയിട്ട് ഇങ്ങനെ ഒരു സംഘപരിവാര ബന്ധമുള്ളതെല്ലാം മറച്ചു കളഞ്ഞു എന്നാണ്. അപ്പോൾ ബ്ലാക്ക് ഔട്ട് ചെയ്ത് പോയതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ എനിക്കത് കൃത്യമായിട്ട് നോക്കാവുന്ന സമയമല്ലാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ നേരത്തെയുള്ള ദിവസങ്ങളിൽ ഇത് ശരിക്കും അദ്ദേഹം ഇങ്ങനെ ഒരു രാഷ്ട്രീയ പക്ഷപാതത്വം കാണിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാനുള്ള ഒരു തെളിവ് കിട്ടിയിട്ടുമില്ല. അങ്ങനെ ആരും പറഞ്ഞായിട്ട് കാണില്ല. അദ്ദേഹം മാത്രമാണ് ഇപ്പോൾ ഇതുവരെയായിട്ട് ഇദ്ദേഹത്തിന് സംഘപരിവാര ബന്ധമുണ്ട് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞ CPM-കാരനാണ്, കോൺഗ്രസ് വിരോധിയാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പൊസിഷൻ കൊടുക്കരുത് എന്ന് പറയുന്നതാണെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ സംഘപരിവാര ബന്ധമുണ്ട് എന്ന് പറയാൻ അത് തെളിവില്ലാത്തതുകൊണ്ട് അത് ഒരു അഡീഷണൽ ബലം ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് PM നിയാസ് പറയുകയാണോ എന്ന സംശയമുള്ള ആളുകൾക്ക് മുന്നിലാണ് KC അബു ഇയാൾ വെറുതെ കൊതിക്കറുകൊണ്ട് പറയുന്നതാണ് എന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരൻ തന്നെ ഈ മുന്നറിയിപ്പ്, ഈ കാര്യം ഇങ്ങോട്ട് പറയുന്നതായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, സംസ്ഥാനത്തെ ഇലക്ഷനൊക്കെ നടത്താൻ ഉള്ള ഉത്തരവാദിത്തമുള്ള ആൾ, പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡിൻ്റെ ഡീലിമിറ്റേഷൻ്റെ ഉത്തരവാദിത്തം ഉള്ള 3 പ്രധാനപ്പെട്ട അംഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ. ഈ നിലക്ക് കോൺഗ്രസ്സിന് പിന്നെ ഇതുപോലൊരു സർക്കാരൊക്കെ വരുമ്പോൾ സാധാരണത്തിൽ അവരവരുടെ രാഷ്ട്രീയ പാർട്ടിയോട് എതിർപ്പെങ്കിലും ഇല്ലാത്ത ആളുകളെ വെക്കുക, അല്ലെങ്കിൽ നിഷ്പക്ഷരായിട്ടുള്ള ആളുകളെ വെക്കുക. നമ്മൾ ഒരു സങ്കല്പം എന്നുള്ളത് നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരെ വെക്കണം എന്നാണ്. പക്ഷേ അതൊക്കെ നരേന്ദ്രമോദി സർക്കാരൊക്കെ വന്നപ്പോൾ ഛിന്ന ഭിന്നമായല്ലോ. പക്ഷേ അപ്പോൾ എതിർത്തുകൊണ്ടിരുന്ന ആളെ വെക്കുന്നത് ശരിയല്ലല്ലോ എന്ന പിന്നെ PM നിയാസിൻ്റെ വാദം നിലനിൽക്കും. പക്ഷേ അതിന് അദ്ദേഹം ഒരല്പം കളർ കൂട്ടാൻ വേണ്ടിയിട്ട് സംഘപരിവാര ബന്ധം എന്നത് ചാർത്തി കൊടുക്കുകയാണോ എന്ന സംശയം സ്വാഭാവികമായിട്ടും വരും. അപ്പം ഇങ്ങനെയൊക്കെ ഡീലിമിറ്റേഷൻ കാര്യത്തിൽ അടക്കമുള്ള അധികാര പദവിയൊക്കെയുള്ള ഒരാൾ, പിന്നെ ചില ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ പറയുന്നുണ്ട് ലക്ഷദ്വീപിൽ ഇദ്ദേഹം ഉദ്യോഗസ്ഥനായിട്ടിരുന്നത് സംഘപരിവാര ബന്ധമുള്ളത് കൊണ്ടാണെന്നൊക്കെ എങ്ങനെയൊക്കെയോ പറയുന്നുണ്ട് കാര്യങ്ങൾ. പക്ഷേ ഇക്കാര്യത്തിൽ നമുക്കങ്ങനെ പൂർണ്ണമായിട്ട് ഉറപ്പൊന്നുമില്ല. ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, പിന്നെ ഇതിപ്പോൾ ഭരിക്കുന്നയാളും കോൺഗ്രസ്സാണ്, പ്രതിപക്ഷത്തുള്ള ആളുകളും കോൺഗ്രസ്സാണ് എന്നതാണ് നില. അതായത് ശേഷാദ്രിനാഥനെ നിയോഗിക്കുന്ന ആരാണ്? അത് VD സതീശൻ്റെ സർക്കാർ. ശേഷാദ്രിനാഥൻ്റെ നിയമനത്തെ എതിർക്കുന്ന ആരാണ്? അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ PM നിയാസ്. മദ്യത്തിന്, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഏർപ്പെടുന്ന ആരാണ്? അത് സതീശൻ സർക്കാർ. അതിനെ എതിർക്കുന്ന ആരാണ്? കോൺഗ്രസ് പാർട്ടിക്കകത്തെ VM സുധീരൻ. അപ്പോൾ സത്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക്, പ്രതിപക്ഷത്തിന് സഭയിൽ ആളെണ്ണം കുറവാണ് എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തിൻ്റെ പണിയിൽ കൂടുതലും ഇവരെടുക്കുകയും കൂടെ ചെയ്തിട്ട് ആകപ്പാടെ പ്രതിപക്ഷത്തെ അപ്രസക്താക്കാനുള്ള പരിപാടിയാണോ ഇവർ ചെയ്യുന്നത് പോലും എനിക്ക് സംശയമുണ്ട്. അതൊരു വ്യക്തിപരമായുള്ള കൊതിക്കറിവ് മാത്രമായിട്ട് കാണേണ്ടതാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? തീർച്ചയായും. ഇത് ഞാൻ മുഖ്യമന്ത്രി VD സതീശൻ അന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ PM ശ്രീലടക്കം ഒപ്പിട്ട വേളയിൽ അന്ന് അദ്ദേഹം പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മോദിയും അമിത്ഷായും എവിടെയൊക്കെ കാണിച്ചു കൊടുക്കുന്നു അവിടെയൊക്കെ പോയി ഒപ്പിടും. അത് മാത്രമല്ല, ഡൽഹിയിൽ പോയി 90 ഡിഗ്രി കുനിഞ്ഞു നിന്ന് ഒപ്പിടും. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അന്നത്തെ വാചകം. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, എന്നിട്ടൊരു ചോദ്യം പിന്നീട് ഇനി ചോദിക്കാനുള്ളത് ഇതാണ്: എന്ത് സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒപ്പിടുന്നത്? അങ്ങനെ ഒരു കാര്യം മാത്രം ഞങ്ങളോട് പറഞ്ഞാൽ മതി എന്നാണ് പുള്ളി ഇതിനെ പറയുന്നത്. ഇതൊക്കെ പറയുന്ന ഈ വാചക കസർത്ത് മുഴുവൻ എന്തിനാണ്? CPIM BJP ബാന്ധവം അതിനെ ശക്തിപ്പെടുത്തുവാൻ, ആ ആരോപണത്തെ ശക്തിപ്പെടുത്തുവാനുള്ള ഉപോത്ഫലകമായി മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്, PM ശ്രീ അടക്കം. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നതൊക്കെ ഇതിൻ്റെയൊക്കെ തുടർച്ചയാണ്. ഇതിപ്പോൾ എത്രാമത്തെയാണ്? ഈ വിഷയത്തിൽ, ശേഷാദ്രിനാഥൻ്റെ വിഷയത്തിൽ നമ്മളാരുമല്ല, മാധ്യമങ്ങളാരുമല്ല, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ, ഔദ്യോഗികമായ പ്രതിപക്ഷ പാർട്ടികൾ ആരുമല്ല അദ്ദേഹത്തെ സംഘപരിവാർ ബന്ധമുള്ള ആളാക്കിയത്. അത് അവരുടെ പാർട്ടിയിൽ തന്നെ ഉള്ള KPCC ജനറൽ സെക്രട്ടറിയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളാണല്ലോ, ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകനോ അല്ല. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആൾ തന്നെയാണ് സംഘപരിവാറായിട്ട് നിലവിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ബന്ധമുണ്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തെ പോലെ ഒരാളെ ആയിട്ടാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനായി നിയമിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അത് ഗൗരവമുള്ളമായ ഒരു കാര്യമായി തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മാത്രം, അല്ലാതെ മറ്റേതെങ്കിലും വഴിക്ക് ഇദ്ദേഹത്തിൻ്റെ ബന്ധം കണ്ടെത്തുവാനായിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇനിയിപ്പോൾ ആ നിലയ്ക്ക് ഇദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ആശങ്കയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ശരിയാണ്, രാജ്യത്ത് മുഴുവൻ BJP തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വലിയ ക്രമക്കേടുകൾ നടത്തുന്നു എന്നുള്ളൊരു ആക്ഷേപം ഇതിനോടകം തന്നെയുണ്ട്. അത് ഈ കോൺഗ്രസിലെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ തന്നെ വോട്ട് ചോരി എന്ന നിലയ്ക്ക് വലിയ രീതിയിൽ അതിനെ കാണുകയും PPT പ്രസൻറ്റേഷനൊക്കെ നടത്തുകയും കേരളത്തിലടക്കം അതിൻ്റെ അലയൊലിയൊക്കെ ഉണ്ടായതാണ് തെരഞ്ഞെടുപ്പിൽ. ആ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ആയിട്ട് ഒരാളെ ഇതുമായി ബന്ധമുണ്ടെന്ന് അവരുടെ പാർട്ടിയിലുള്ളവർ തന്നെ പറയുന്ന നില വരുമ്പോൾ
ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു താക്കോലാണല്ലോ, ഒരു പ്രക്രിയയിൽ ഒരു താക്കോലാണല്ലോ നിലവിൽ ഈ ഇലക്ഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇവർ ഒന്നുകൂടി കടന്നിട്ടാണ് ആരോപണം ഉന്നയിക്കുന്നത്. അതെന്താണ്? ഡീലിമിറ്റേഷൻ നടക്കാൻ പോവുകയാണ് ഇനി, മണ്ഡല പുനർനിർണയം എന്നുള്ളത്. ആ ഘട്ടത്തിൽ കൂടി ഒരു ഇടപെടൽ വരുമ്പോൾ അതൊരു ഗൗരവമുള്ള കാര്യമായി മാറുന്നു. പൊതുസമൂഹത്തിലേക്ക് ഇത് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ആരാണ്? ഇവർ തന്നെയാണ് അത് പ്രേരിപ്പിക്കുന്നത്. ഇനി അതും പോട്ടെ, മറ്റ് പ്രേരണകൾ ഞാൻ പറയാം വീണ്ടും. ഇപ്പോൾ PMAY ആണല്ലോ ഏറ്റവും അവസാനമായിട്ടുള്ളത്. അത് അങ്ങനെ ഒരു ലോഗോ വെക്കരുത് എന്നായിരുന്നല്ലോ നേരത്തെ ഉള്ള പ്രതിപക്ഷ നേതാവായ നേരത്തെയുള്ള മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ പറയുന്നത്. അതായത് ഒരു പാവപ്പെട്ടവൻ ഒരു കൂര വെക്കുമ്പോൾ അതിൽ ഒരു ലോഗോ കൊണ്ടുവന്ന് വെച്ച് അവരുടെ അന്തസ്സിനെ ഹനിക്കുന്ന രീതിയിൽ അത് ചെയ്യരുത്, അങ്ങനെ അത്തരം ചാപ്പ കുത്തരുത് എന്നുള്ളതാണ് നമ്മളുടെ നിലപാട് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ സർക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സമാന നിലപാട് സംഘപരിവാറിനെതിരെ എടുക്കുമെന്ന് വിചാരിക്കുന്ന ഈ സർക്കാർ, പക്ഷേ അവിടുത്തെ ഒരു മന്ത്രി പറയാണ് അങ്ങനെ ഒരു ലോഗോ വെച്ചതുകൊണ്ട് മാത്രം ആ ലഭിക്കുന്ന പണം കളയുവാൻ വേണ്ടി നിലവിൽ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ്. ഇതേ മുഖ്യമന്ത്രി VD സതീശൻ പറയാണ് അവരുടെ നയങ്ങളല്ല നമ്മൾ പിന്തുടരുന്നത്, കേന്ദ്രത്തിനോട് ഒരു യുദ്ധത്തിന് ഞങ്ങളില്ല എന്നും പറയുന്നു. അപ്പോൾ ആരാണ് സത്യത്തിൽ നേരത്തെ ഈ CPIM BJP ബാന്ധവം തെളിയിക്കുവാൻ വേണ്ടി നേരത്തെ ഈ 90 ഡിഗ്രി കുനിഞ്ഞു നിൽക്കുന്ന കാര്യം പറഞ്ഞ അതേ മുഖ്യമന്ത്രിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്? അപ്പോൾ സത്യത്തിൽ ആരാണ് ഈ BJPക്കെതിരെ പോരാടുന്നത് എന്നുള്ളത് വീണ്ടും 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 തെളിഞ്ഞു വരികയാണ്. നേരത്തെയുള്ള ആരോപണങ്ങളൊക്കെ വെറും ഈ പറയുന്ന പോലെ വാചക കസർത്തായോ ഇരിക്കുകയും അത് നേരെ ബൂമറാങ്ങായി തിരിച്ചു വരികയും ചെയ്യുന്നതായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത്. പിന്നെ PM ശ്രീ വിഷയത്തിൽ PM ശ്രീയിൽ അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയാമല്ലോ. ഇത് RSS അജണ്ട ഇവിടെ നടപ്പാക്കുകയാണെന്ന് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. അത് മുൻ സർക്കാരിനെ ചാരിക്കൊണ്ട് ഈ പദ്ധതിയുമായി നിലവിൽ തത്കാലം അല്ലാതെ മുന്നോട്ട് പോകാനേ നിവൃത്തിയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇനി അത് പോട്ടെ, MG സർവകലാശാലയിൽ സെനറ്റ് അംഗങ്ങളായി 19 പേരെ ഗവർണർ കൊടുത്ത് അതേപോലെ നിയമിക്കുകയാണ് ചെയ്തത്. എന്തെങ്കിലും ഒരു ചലനം നമ്മൾ കണ്ടോ? ഇല്ല. ഇനി അടുത്തത് പിന്നെ കാർഷിക സർവകലാശാലയിലാണെന്ന് തോന്നുന്നു ഒരു നിയമനം നടന്നു. അതും സംഘപരിവാർ ബന്ധമുള്ള ആളെയാണ് അവിടെ ഗവർണർ നിയമിച്ചിരിക്കുന്നത്. എന്തെങ്കിലും വേണ്ടിയോ? ഗവർണറുമായിട്ടും ഇക്കാര്യത്തിൽ യുദ്ധത്തിനില്ല ഇക്കാര്യത്തിൽ. പക്ഷെ ഇതൊന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണല്ലോ. ഇനി സംഘപരിവാർ ബന്ധമില്ല, പക്ഷേ എന്നാലും നിയമനങ്ങളിൽ ചോദ്യം ചെയ്യേണ്ടി വരുന്നത് ശബരിമല കൊള്ളക്കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി വാദിച്ച വക്കീലിനെ ഗവൺമെൻറ് ലീഡറായി പുതിയൊരു തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ നിയമിക്കുക. സംഘപരിവാർ അല്ലെന്നേ ഉള്ളൂ, പക്ഷേ പ്രശ്നങ്ങളാണ്. ഞാൻ അതുകൊണ്ട് ഇതെല്ലാം ഒരു തുടർച്ചയായിട്ടാണ് കാണുന്നത്. തുടരെ ഒരേ ചായ്വുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘപരിവാർ എന്നിടയിലിടയിൽ പറയേണ്ടി വരികയാണ്. ഈ സർക്കാരിൻ്റെ ചില തീരുമാനങ്ങൾ വരുമ്പോഴേ സംഘപരിവാർ എന്ന് ഉള്ളിലുള്ളവർക്ക് തന്നെ പറയേണ്ടി വരിക. പ്രതിപക്ഷത്തിന് അത്ര ജോലി ഇല്ല. ഈ പറഞ്ഞതുപോലെ നിങ്ങൾ സംഘപരിവാറിൻ്റെ നാവായി മാറുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് ഇപ്പോൾ അത്ര കണ്ട് അങ്ങനെ പറയേണ്ടി വരുന്നില്ല. കാരണം ഉള്ളിലുള്ളവർ തന്നെ അത് പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് അതുപോലെ തന്നെ ന്യായീകരിക്കേണ്ടി വരികയും ചെയ്യുന്നു. അപ്പം ഞാനിതിനെ ഒരു തുടർച്ചയായിട്ടാണ് നിലവിൽ കാണുന്നത്. നേരത്തെ VD സതീശൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അദ്ദേഹത്തിനൊരു ബൂമറാങ്ങായി വന്ന് ഭാവിക്കുമെന്ന് ഞാൻ ഈ കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു ഈ ഘട്ടത്തിൽ. അപ്പോഴാണ് ഈ ചോദ്യം തിരിച്ചു ചോദിക്കുക, എന്ത് സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് ഇനി അവിടെയുള്ള പാർട്ടിക്കാരിൽ തന്നെ അവർക്ക് അതിനുള്ളിൽ തന്നെയുള്ളവർക്ക് അറിയേണ്ടി വരും. ഘടകകക്ഷികളായ ലീഗിന് അത് അറിയേണ്ടി വരും, മറ്റ് ഘടകകക്ഷികൾക്കും അറിയേണ്ടി വരും. ഉറപ്പായും മന്ത്രിസഭയിലുള്ളവർക്ക് തന്നെ അത് അറിയേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് എന്ത് സമ്മർദ്ദത്തിൻ്റെ പേരിലാണ് നിലവിൽ ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്, അതിൽ ഉറച്ചു നിൽക്കുന്നത്. മറ്റ് നിക്കക്കള്ളി ഇല്ലാത്തതിൽ മാത്രമാണ് U-ടേൺ അടിച്ചിരിക്കുന്നത്. ബാക്കി അതിപ്പം ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഗവൺമെൻറ് ലീഡറായി നിയമിച്ച അത് വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം രാജിവെക്കുന്ന നിലയുണ്ടായല്ലോ. ഇത്ര നിക്കക്കള്ളി ഇല്ലാത്തപ്പോഴാണ് മറ്റ് U-ടേണുകൾ വരുന്നത്. പക്ഷേ അപ്പോഴും ഈ സംഘപരിവാർ ബന്ധം ആരോപണങ്ങൾ അതിൻ്റെ നിഴലിൽ നിൽക്കുന്ന ചില നിയമനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു തണുപ്പൻ പ്രതികരണവും തണുപ്പൻ സമീപനവും നടക്കുന്നുണ്ട്. എന്ത് സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് വിശദീകരിച്ചാൽ കൊള്ളാം. ശ്യാമിലി, പക്ഷേ ഇതെല്ലാം കൂടെ അടുക്കിപ്പിറുക്കി പറഞ്ഞപ്പോഴേ എനിക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടായത് സത്യത്തിൽ അത് സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കില്ല, ഒരുപക്ഷേ ഇതൊരു സ്ട്രാറ്റജി ആയിരിക്കും എന്നെനിക്ക് തോന്നി. ആ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് ഇപ്പോൾ സുധാകരൻ മയക്കുമരുന്നിനെതിരെ പോരാടാൻ വേണ്ടി ഗുണ്ടകളുടെ യോഗം വിളിക്കുന്നു. നാളെ ഗുണ്ടകൾക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് മയക്കുമരുന്നിൻ്റെ അഡിക്റ്റുകളെ ഉപയോഗിക്കാം. അങ്ങനെ അതായത് ഈ കോഴിക്കോടിന് കാവൽ നിൽക്കാൻ കുറുക്കന്മാരെ ഏൽപ്പിക്കുന്നതാണ് നല്ലത് എന്ന തിയറി എന്തോ ഇവർക്കെന്തോ കോൺഗ്രസ്സുകാർക്ക് എന്തോ ഒരു തോന്നലുണ്ടായിട്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ. ഇപ്പോൾ ശേഷാദ്രിനാഥൻ സംഘപരിവാർ ബന്ധമുള്ള ആളാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോഴും ഇപ്പോൾ പല സ്ട്രാറ്റജിക് പോയിന്റ്സിലും ഇവർ സംഘപരിവാര ബന്ധമുള്ള ആളുകളെ നിയമിക്കുന്നു എന്ന വിമർശനം ഇവരുടെ ഭാഗത്തുനിന്ന് വരികയാണ്. ഇപ്പോൾ ഈ മന്ത്രിമാരുടെയും മറ്റും PR ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ചില പത്രക്കാരെയൊക്കെ നിയമിക്കുന്നതിൽ
കോൺഗ്രസ്സുകാർക്ക്, യഥാർത്ഥ കോൺഗ്രസ്സുകാർക്ക് എന്ന് വെച്ചാൽ പോരാളികളായുള്ള കോൺഗ്രസ്സുകാർക്ക് പ്രശ്നമുണ്ട്. കാരണം അത് നമ്മൾക്കെതിരെ വേണ്ടതല്ലാത്ത, ശരിയല്ലാത്ത നിലപാടെടുത്ത ആളുകളെ, BJPക്ക് അനുകൂലമായിട്ട് നിലപാടെടുത്ത ആളുകളെ ഇതിൻ്റെ ഭാഗമാക്കി നിർത്തിയിരിക്കുന്നു എന്നൊക്കെ ആക്ഷേപം പലയിടങ്ങളിലായിട്ട് വന്നു. നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾക്ക് കുറിച്ചൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഇതെല്ലാം കൂടെ പരിശോധിക്കുകയാണെങ്കിൽ സംഘപരിവാര ബന്ധമുള്ളതുകൊണ്ടല്ല, മറിച്ച് ഈ കോഴിക്കൂടിനെ സംരക്ഷിക്കാൻ ഏറ്റവും പറ്റിയ ആൾ കുറുക്കന്മാരാണ് എന്ന നിലക്ക് ഈ കെ സുധാകരൻ കാണിച്ചു കൊടുത്ത പാതയിൽ മയക്കുമരുന്ന് അടിമകളെ പിടിക്കാൻ ഗുണ്ടകളെ പിടിക്കാൻ മയക്കുമരുന്ന് അടിമകൾ, ഇങ്ങനെ പരസ്പരം ഉപയോഗിച്ചിട്ട് പോകുന്ന അതിരസകരമായുള്ള സ്ട്രാറ്റജി ആയിരിക്കണം ഒരുപക്ഷെ സതീശൻ സർക്കാർ പ്രഖ്യാപിക്കുന്നതെന്ന് പാതി തമാശയായിട്ട്, ഞാൻ മുഴുവനായിട്ടും തമാശയായിട്ടല്ല, പാതി തമാശയായിട്ട് പറഞ്ഞുകൊള്ളട്ടെ, അവസാനിപ്പിക്കാം. ദീർഘനാളായി ജുഡീഷ്യൽ സർവീസിലായിരുന്നുവെങ്കിലും സംഘപരിവാർ രാഷ്ട്രീയം പിൻപറ്റുന്നയാളാണ് എൻ ശേഷാദ്രിനാഥൻ എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വിമർശനം. സംഘപരിവാറിനെ അനുകൂലിക്കുന്ന ശേഷാദ്രിനാഥന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ തെളിവുകളും KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ഉയർത്തിക്കാട്ടുന്നുണ്ട്. വിമർശനം കനത്തതോടെ ശേഷാദ്രിനാഥന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് സംഘപരിവാർ അനുകൂല പോസ്റ്റുകൾ അപ്രത്യക്ഷമായി എന്നും അദ്ദേഹം തന്നെ പറയുന്നു. KPCC പ്രസിഡന്റും ആഭ്യന്തരമന്ത്രിയും PM നിയാസുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴും VD സതീശൻ PM നിയാസിന് സമയം അനുവദിക്കാൻ പോലും തയ്യാറായില്ല എന്നതാണ് ഏറ്റവും ഗൗരവതരം. എന്തായാലും കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ശേഷാദ്രിനാഥനെതിരെ സംഘപരിവാർ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യം കുറെ കൂടി ഗൗരവത്തിൽ പഠിക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.